ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. ഞാൻ നിങ്ങളുടെ ഫാർമ ഫ്രണ്ട്. ഈ ചാനലിലൂടെ നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് നിത്യേന കഴിക്കുന്ന മരുന്നുകൾ, അതിൻ്റെ ഉപയോഗങ്ങൾ, പാർശ്വഫലങ്ങൾ, കഴിക്കേണ്ട രീതികൾ തുടങ്ങിയവയെക്കുറിച്ചാണ്. കഴിഞ്ഞ 2 വീഡിയോകളിലായി നാം ചർച്ച ചെയ്തത് സാധാരണയായി നാം ഉപയോഗിക്കാറുള്ള പാരസിറ്റാമോൾ, മെഫ്റ്റാൾ എന്നീ മരുന്നുകളെക്കുറിച്ചും അതിൻ്റെ ഉപയോഗങ്ങളെക്കുറിച്ചും അതിൻ്റെ പാർശ്വഫലങ്ങളെക്കുറിച്ചും അത് സൂക്ഷിക്കേണ്ട രീതികളെക്കുറിച്ചുമാണ്. ക്ലാസ്സുകൾ കേട്ടിട്ടില്ലാത്തവർ ദയവായി ആ വീഡിയോ കൂടി കേൾക്കേണ്ടതാണ്. എന്നാൽ ഇന്ന് തികച്ചും വ്യത്യസ്തമായി മറ്റൊരു വിഷയമാണ്. മരുന്നുകളുമായി ബന്ധമുണ്ട്, എന്നാൽ നേരിട്ട് ബന്ധമില്ലാത്ത മറ്റൊരു വിഷയം. അതായത് സാധാരണയായി മരുന്ന് സ്ട്രിപ്പുകളിലും ബോട്ടിലുകളിലും മരുന്നിൻ്റെ പേരെഴുതിയ ശേഷം IP, BP, USP തുടങ്ങി ഇംഗ്ലീഷ് അക്ഷരമാലയിൽ നിന്നുള്ള വലിയ അക്ഷരങ്ങൾ എഴുതിയതായി കാണാം. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? മെഡിക്കൽ മേഖലയിലുള്ളവർക്ക് ഇത് അറിയാം. എന്നാൽ നാം കഴിക്കുന്ന മരുന്നുകളെക്കുറിച്ച് ചെറിയ ഒരു അവബോധം നമുക്കുണ്ടായിരിക്കേണ്ടത് വളരെ നല്ലതല്ലേ? നമുക്കറിയാം, ഓരോ രാജ്യത്തും ലിഖിതവും അലിഖിതവുമായ ഭരണഘടനയുണ്ട്. ഇന്ത്യക്ക് ഭരണഘടനയുണ്ടല്ലോ, അതനുസരിച്ചല്ലേ നമ്മുടെ രാജ്യത്തിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ നടക്കേണ്ടത്. അതുപോലെ ഓരോ മതവിശ്വാസത്തിനും അവരുടെ അടിസ്ഥാന ഗ്രന്ഥങ്ങളില്ലേ? മഹാഭാരതം, രാമായണം, ഖുർആൻ, ബൈബിൾ തുടങ്ങിയ ഉദാഹരണങ്ങളായി നമുക്കെടുക്കാം. ഇനി മരുന്നിൻ്റെ കാര്യത്തിലേക്ക് വന്നാലോ, ഇതേപോലെയുള്ള അടിസ്ഥാന ഗ്രന്ഥങ്ങൾ തീർച്ചയായും വേണ്ടതല്ലേ? അതാണ് ഫാർമക്കോപ്പിയ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതായത് മരുന്നുകളുടെ ഗുണനിലവാരം, പരിശുദ്ധി, ഘടന, അതിൻ്റെ പരിശോധന, മരുന്നുകളുടെ നിർമ്മാണം, അതിൻ്റെ വിപണനം തുടങ്ങിയ വിവരിക്കുന്ന ഔദ്യോഗിക ബുക്കുകളാണ് ഫാർമക്കോപ്പിയ എന്ന പേരിൽ അറിയപ്പെടുന്നത്. പ്രധാനപ്പെട്ട ഫാർമക്കോപ്പിയകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇന്ത്യൻ ഫാർമക്കോപ്പിയ അഥവാ IP, ബ്രിട്ടീഷ് ഫാർമക്കോപ്പിയ അഥവാ BP, യുണൈറ്റഡ് സ്റ്റേറ്റ് ഫാർമക്കോപ്പിയ അഥവാ USP. ഇതാണ് പ്രധാനപ്പെട്ട ഫാർമക്കോപ്പിയകൾ. ഇപ്പോൾ നമുക്ക് കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായി കാണുമല്ലോ. ഒരു മരുന്നിൽ IP എന്നെഴുതിയാൽ അതിൻ്റെ അർത്ഥം എന്തായിരിക്കും? ഇത് ഇന്ത്യൻ ഫാർമക്കോപ്പിയ എന്ന ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിർമ്മിച്ച മരുന്നാണെന്നാണ്. അപ്പോൾ BP എന്നെഴുതിയാലോ? ഇത് ബ്രിട്ടീഷ് ഫാർമക്കോപ്പിയ എന്ന ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിർമ്മിച്ച മരുന്നാണെന്നാണ്. അതുപോലെ USP എന്നെഴുതിയാൽ യുണൈറ്റഡ് സ്റ്റേറ്റ് ഫാർമക്കോപ്പിയ എന്ന ഗ്രന്ഥത്തിലുമാണ് ഈ മരുന്നിൻ്റെ നിർമ്മാണം എന്നർത്ഥം. ഉദാഹരണത്തിന് പാരസിറ്റാമോൾ 500 മില്ലിഗ്രാം IP എന്നാൽ ഈ പാരസിറ്റാമോളിൻ്റെ ഗുണനിലവാരം, പരിശുദ്ധി, ഘടന, നിർമ്മാണം, വിപണനം തുടങ്ങിയവയെല്ലാം ഇന്ത്യൻ ഫാർമക്കോപ്പിയയിൽ പറഞ്ഞ രീതിയിലായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. ക്വാളിറ്റി പരിശോധനകൾ മരുന്നുകൾ വിധേയമാക്കുന്നു എന്നും നമ്മൾ കേട്ടിട്ടില്ലേ? പലപ്പോഴും പരിശോധനകളിൽ പരാജയപ്പെടുന്നത് മേൽപ്പറഞ്ഞ ഔദ്യോഗിക ഗ്രന്ഥങ്ങളിൽ നിന്ന് വിലകളിൽ വ്യത്യാസം വരുമ്പോഴാണ്. അതായത് ക്വാളിറ്റി പരിശോധനകളിൽ മരുന്നുകൾ വിധേയമാകുമ്പോൾ മേൽപ്പറഞ്ഞ ഔദ്യോഗിക ബുക്കിൽ നിന്ന് വ്യത്യാസം വരുമ്പോൾ ആ മരുന്നുകൾ മാർക്കറ്റിൽ നിന്ന് പിൻവലിക്കുന്നത്. അതുകൊണ്ടാണ് നാം പത്രത്തിലൂടെയൊക്കെ നിത്യേന വായിക്കാറുണ്ടല്ലോ, മരുന്നുകൾ ക്വാളിറ്റി പരിശോധനയിൽ പരാജയപ്പെട്ടു, മാർക്കറ്റിൽ നിന്ന് പിൻവലിച്ചു. ഈ കാരണത്താലാണ് പല മരുന്നുകളും സ്റ്റാൻഡേർഡ് പരാജയപ്പെട്ടു, മരുന്നിൻ്റെ ഗുണനിലവാരം പരാജയപ്പെട്ടു എന്നൊക്കെ നാം മനസ്സിലാക്കിയിരിക്കുന്നു. അതായത് ഓരോ മരുന്നും ഏതളവിൽ ഏത് രീതിയിൽ ഉണ്ടാവണമെന്ന് ഓരോ ഫാർമക്കോപ്പിയിലും വ്യക്തമാക്കിയിട്ടുണ്ട്. യുണൈറ്റഡ് സ്റ്റേറ്റ് ഫാർമക്കോപ്പിയാണ് ഈ മേഖലയിൽ ആദ്യത്തെ ഗ്രന്ഥം. അതായത് അമേരിക്കയുടെ ഫാർമക്കോപ്പിയാണ് ആദ്യമായി നിലവിൽ വന്നത്. 1820 ഇതിൽ നിലവിൽ വന്നിരിക്കുന്നത്. എന്നാൽ ബ്രിട്ടീഷ് ഫാർമക്കോപ്പിയ നിലവിൽ വന്നത് 1864. പക്ഷേ ഇന്ത്യൻ ഫാർമക്കോപ്പിയയുടെ ആദ്യ എഡിഷൻ വന്നിരിക്കുന്നത് 1955. ഇന്ത്യൻ ഫാർമക്കോപ്പിയും ബ്രിട്ടീഷ് ഫാർമക്കോപ്പിയും തമ്മിൽ വലിയ വ്യത്യാസങ്ങളില്ല. കാരണം എന്താണെന്ന് നമുക്കറിയാം. ബ്രിട്ടീഷുകാർ ഏകദേശം 200 വർഷത്തോളം നമ്മുടെ രാജ്യം ഭരിച്ചില്ലേ? ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഇന്ത്യയിലെ മറ്റ് പല കാര്യങ്ങളും ബ്രിട്ടീഷുകാരുമായി സാമ്യമുള്ളതുപോലെ തന്നെ ഫാർമക്കോപ്പിയയിലും അവരുമായി സാമ്യമുണ്ട്. ഈ ബുക്കുകളെല്ലാം കാലാനുസൃതമായി പരിഷ്കരിക്കാറുണ്ട്. ഇന്ത്യൻ ഭരണഘടന നാം അമെൻഡ് ചെയ്യാറില്ലേ? ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഭേദഗതി വരുത്താറുണ്ട്. അതേപോലെ ഈ ബുക്കുകളും കാലാനുസൃതമായി പരിഷ്കാരങ്ങൾ വരുത്താറുണ്ട്. സാധാരണയായി 10 വർഷം കൂടിയിരിക്കുമ്പോഴാണ് ഫാർമക്കോപ്പികൾ അമെൻഡ് ചെയ്യുന്നത്. അതിന് പല സുദീർഘമായ പ്രക്രിയകളുമുണ്ട്. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഇന്ത്യൻ ഫാർമക്കോപ്പിയ 2022 അവസാനമായി പുതുക്കിയത്.
അപ്പോൾ ഈ ഫാർമക്കോപ്പിയിലനുസരിച്ചുള്ള സ്റ്റാൻഡേർഡിലുള്ള മരുന്നുകളാണ് നാം നിത്യവും കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും IP, BP, USP എന്നിവയൊക്കെ മരുന്നുകൾ എഴുതിയാൽ എന്താണെന്ന് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ എൻ്റെ ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യുക. കൂടുതൽ ഉപകാരപ്രദമാകുന്ന വീഡിയോകൾ ചെയ്യാൻ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക. എൻ്റെ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.